ഉമ്മ സിദ്ധു നമസ്കാരം. കണ്ടതിൽ ഒരുപാട് സന്തോഷം, വന്നതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എങ്ങനെ പോവല്ലേ? സിദ്ധു ഇത് ഉമ്മ ഇതെന്റെ വൈഫിന്റെ ബ്രദറാ കേശു, എന്റെ അളിയൻ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മഹാമനസ്കനായ എന്റെ അളിയൻ. അപ്പൊ പിന്നെ വണ്ടി ഞാൻ വിളിച്ചു തരണോ അതോ അളിയൻ വിളിച്ചെന്നാ മതിയോ? ചേച്ചി വിളിക്കൂ? എങ്ങനെയാ പോകുന്നേ? വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ ഞങ്ങള്, കൊറേ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്കേ സംസാരിക്കാനുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ച് സംസാരിച്ചാ പോരെ? എന്നെ സംസാരിക്കണോ? സിദ്ധു എപ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. ഉമ്മ എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സുമയ്ക്ക് അറിയാലോ എന്റെ സാഹചര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നിമിത്തമായത് എന്റെ ഈ അളിയന. അളിയ ഞാൻ അളിയനാണ് കേട്ടാ. എടാ ഇതിങ്ങനെ പയ്യെ പറയേണ്ട കാര്യമല്ല, എനിക്ക് ലോകത്തിന്റെ അടുത്ത് വിളിച്ചു പറയണം കേശു എന്റെ അളിയനാണ്. സൗണ്ട് താത്തി 6 കൊല്ലം ഇത് കണ്ടു കഴിഞ്ഞ എന്റെ ഉയിരും. അതെ ചേച്ചി വന്ന്, ഉമ്മ ചേച്ചി വന്നേ, നമുക്ക് മാറി നിന്ന് അപ്പുറം എവിടെയെല്ലാം പോയി സംസാരിക്കാം. ബാ. അല്ല, ഞങ്ങളല്ലേ കുറെ നാൾ കൂടി കണ്ടത്, ഞങ്ങൾക്ക് കുറച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കട്ടെ? മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് 3 പേർ കൂടെ പോയി സ്വകാര്യമായിട്ട് സംസാരിച്ചാ പോരെ? അത് വേണ്ട അളിയ. അളിയ ഒരു 10 മിനിറ്റ് ഞങ്ങളൊന്ന് സംസാരിക്കണം. പെട്ടെന്ന് സംസാരിക്കൂ. പെട്ടെന്ന് സംസാരിക്കൂ. സംസാരിക്കാം. ഞങ്ങളെ ആ ഏരിയയില് പോയി സംസാരിക്കാം. ഒറ്റ മിനിറ്റ്. എന്താ എടാ, ഇവിടെ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് സിഗ്നൽ തരണം കേട്ടോ. സിഗ്നലാ? ആംബുലൻസിന്റെ സൗണ്ട് മതിയാ? ആംബുലൻസിന് വേണ്ട. തീവണ്ടി? തീവണ്ടി വേണ്ട. പട്ടി? പട്ടി ഒട്ടും വേണ്ട. എടാ വേറെന്തേലും പിടിയടാ. മയില് 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 മയില്. മയിലോ? മയിലിന് സൗണ്ട് ഒക്കെ ഉണ്ടോ? മയിലിങ്ങനെ എന്തോ ഒച്ച എടുത്തില്ലേ? കുയില് മതി. ഒന്ന് കാണിച്ച്, എക്സാമ്പിൾ കാണിച്ച്. മയിലിന് നീ കിട്ടല്ല. ഈ എന്തെങ്കിലും ഒച്ച വെച്ച് അറിയിച്ചാ മതി. ഇത് തന്നെ മയില്. എടാ അറിയാലോ, നമ്മുടെ കുടുംബം, എന്റെ ലച്ചും കല്ലും എല്ലാം നിന്റെ കയ്യിലാ. ഈ അളിയനെ പൊന്നുപോലെ നോക്കണേടാ. ഓക്കെ എന്നാ പിന്നെ നമുക്കങ്ങടെ ചേച്ചി മാപ്പ്, മക്കളെ പാറു, കല്ലു മാപ്പ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മയിലെങ്ങനെയായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ. അത് സമയത്താണോ? സോഷ്യലാവല്ലേ എന്ന് പറഞ്ഞ കേക്കൂ. അവന്റെ സോഷ്യലിസം അവന്റെ സമാധാനല്ലേ? സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോടാ. ഇത് എങ്ങോട്ട് പുളന്നേറി കൊണ്ടുവരണം? 1 മണിക്കൂർ കേട്ട് വന്നാ പോരെ? എന്താ എന്താ ഏറുകൊണ്ട് പട്ടിയെ പോലെ നിക്കണേ? ആഹാ, പട്ടി ഞാൻ അല്ലേ? കറക്റ്റാ, ഞാൻ പട്ടി തന്നെ. അമ്മായി വീട്ടിൽ വന്നല്ലേ? വീട്ടിൽ കയറി പോയി. വീട്ടിൽ കയറി പോയി. ഞാൻ നിന്റെ അമ്മായിയാണ്, ആജ്ഞാപിക്കണം എന്റെ അടുത്ത്. ഇങ്ങോട്ട് അമ്മായി പോ. ഇങ്ങോട്ട് ചവിട്ടി കരുതി കളഞ്ഞ് അമ്മായി ബലം പിടിക്കാം. ഇങ്ങോട്ട് അവിടെ വീടാ.
അങ്ങോട്ട് വാ. ഇല്ല ഇല്ല അമ്മായി പാറമട ഭാഗത്തോട്ട് പോണ്ട പോണ്ട പോണ്ട. അതിന് ആര് പാറമട ഭാഗത്തോട്ട് പോകണം? എടാ ഞാൻ വീട്ടിൽ പോകണ്ട, അങ്ങോട്ട് പാടാ. വീട്ടില് എന്നാ പിന്നെ ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഡേ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞു? ശരിക്കും പറ, നിന്റെ റിലേ പോയാ? റിലേ എങ്ങനെ റിലേ പോവായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണത്. അമ്മായി അമ്മായി എങ്ങനെയാന്ന് ബസ്സിന് വന്നാ ട്രെയിനിന് വന്നാ? ഗസ് ചെയ്, ഒരു ഗിഫ്റ്റ് തരാം. அப்படின்னா நீ ட்ரெயின்ல வந்திருப்ப. ட்ரெயின் தானே உனக்கு ரொம்ப பிடிக்கும். കറക്റ്റ്. നീ എവിടെ പോണ്ടാ? എടാ എന്താണ് പ്രശ്നം നിന്റെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ പോവാ. വാ 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 വാ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് അമ്മായി, അമ്മായിക്ക് എന്താണ് പ്രശ്നം? ഡേയ് സമാധാനപ്പെട്. ഞാൻ നിന്റെ അമ്മായി, അത് ഓക്കെ അല്ലേ? ആ ഓക്കെ, അത് ഓക്കെയാണ്. എന്തിനാ നീ കിടന്ന് പിടയ്ക്കണത്? നിന്റെ റിസൾട്ട് വല്ലതും വന്നാ? പൊട്ടിയാടാ? എടാ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് എഴുതിയെടുക്കാം. അമ്മായിയെ ഞാനിപ്പൊ എല്ലാം കൊണ്ടും പ്രഷർ എടുത്തിട്ട് മുൾമൊനെ നിക്കാണ് ഞാൻ. മുൾമോനെ? കള്ളിമുള്ള അതാ തൊട്ടവാടിയാ? അല്ല മീമുള്ളു. അമ്മായി ആത്താറി പോമ്മായി. നീ ആരോടായി ചൂടായി സംസാരിക്കുന്നേ? ഛേ, ഓട്ടമ്മ വിവരമില്ലാത്തോണ്ടല്ലേ. അമ്മായി അമ്മായി കേശവന്റെ അടുത്ത് കമ്പനി അടിക്കുന്നുണ്ട്. കേശവന് ഒരു ബഹുമാനം തരാത്തെ. அப்படி சொல்லக்கூடாது பாரு. கேசுக்கு நல்ல பகுமானம் இருக்கு. കേസ് ഇപ്പൊ മാക്സിമം ബഹുമാനമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ദയവേത് അത് കളയരുത് പ്ലീസ്. എടാ നിനക്ക് എന്തുവാ കുഴപ്പം? അതിനിപ്പോ ഇവിടെ എന്തോ സംഭവിച്ചു. ഇവിടെ എന്തോ സംഭവിച്ചെന്നാ? ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണെന്ന് സംഭവിച്ചതൊക്കെ പറഞ്ഞാലേ ഈ വീടുണ്ടല്ലോ, ഈ വീട് നിന്ന് കത്തും. അത് എടാ പോട്ട്, സാരമില്ല. അമ്മയടുത്ത് പറ, എന്താണ് പ്രശ്നം? അമ്മായി എനിക്ക് സമാധാനത്തിൽ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയില്ല, അതുകൊണ്ട് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കില്ല. ഞാൻ പറയും, ഞാൻ എല്ലാം പറയും, ഞാൻ എല്ലാം പറയും. 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ്. നീ കെട്ടിയാടാ? നീ കെട്ടിയാ നമ്മളറിയാതെ? പോമായി അവിടുന്ന്. അമ്മായി അമ്മായി ഈ മയില് കൂണത് ഇങ്ങനല്ലേ? ഇത് കാലം കോഴിയല്ലേ ഇങ്ങനെ കൂണ്? കാലം കോഴി. ഈ ചെറുക്കന് ഇത് എന്ത് പറ്റി? ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്നുണ്ടല്ലോ. എന്തായാലും ഇനി പാഴൂർ അമ്പലത്തിൽ പോകുമ്പോഴേ ഇവന്റെ പേരിൽ ഒരു വഴിപാട് നടത്തണം. ഒരു നൂലും കൂടെ ജപിച്ച് കെട്ടേണ്ടി വരും. கௌரி வா கௌரி, நம்ம போய் ஏதாவது பிரேக்ஃபாஸ்ட் சாப்பிடலாம். ബ്രേക്ക്ഫാസ്റ്റിന് എന്തുവാ? தோசை இருக்கு, உனக்கு பிடிச்ச தீயலும் இருக்கு, உள்ளி தீயல். എന്നാ കഴിക്കാം. അല്ല എന്നാലും ശരിക്കും കേശവൻ എന്താണ് പറ്റിയത്? എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ പാവം. மாமா